പോസ്റ്റ് ചെയ്ത ഒരു പെൺകുട്ടിയെ കുറിച്ച്. അതുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തല്ലേ ഉള്ളൂ. ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് ആ പെൺകുട്ടിക്ക് വിഷമം വന്നിട്ട് ആ പെൺകുട്ടി വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയൂ? നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ സമാധാനം പറയൂ? ഇതെന്റെ വാക്കുകളല്ല. സുഹൃത്തുക്കളെ, ഇത് ദീപാവലിക്കും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആര് എന്ന് പറഞ്ഞുതരാം. അജയ് ഉണ്ണി എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്, BJP-കാരനാണ്. ഈ ചങ്ങാതി കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ പങ്കെടുത്തിരുന്ന മത്സരിച്ചു, ജയിച്ചു എന്ന് വലിയ പിടുത്തൊന്നുമില്ല. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. നല്ല രസമാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോസുകളൊക്കെ കാണാനൊക്കെ, ഭയങ്കര രസമാണ്. എന്തായാലും ഈ ഇൻഫ്ലുവൻസർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ജനതകള് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടുതൽ അകന്നുകൊണ്ടിരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നൊക്കെ ഗംഭീര ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കറിയാം, ഒരു പാവം ചെറുപ്പക്കാരൻ, ആ ഒരു മനുഷ്യൻ ദീപക് എന്ന് പറയുന്ന കോഴിക്കോട്ടത്തെ മനുഷ്യൻ മരിച്ചു പോയതൊക്കെ നമുക്കറിയാം. ഒരു പെൺകുട്ടി അനാവശ്യമായി വീഡിയോ എടുത്ത് അത് സ്ലോ മോഷനൊക്കെ ആക്കി അവന്റെ കൈമുട്ടുകൊണ്ട് എൻ്റെ മുലയിൽ തട്ടി എന്നൊക്കെ പറഞ്ഞ് അവനൊരു സെക്ഷലി അസോൾട്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന, അവനെ സെക്ഷലി എന്നെ അസോൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തതിന്റെ ഭാഗമായിട്ട് സഹിക്കവയ്യാതെ, അപമാനം സഹിക്കവയ്യാതെ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത വിവരമൊക്കെ നമുക്കറിയാം. അതിന് പ്രതികരണമായിട്ട് പല ആളുകളും പല രീതിയിലും പ്രതികരിച്ചിട്ടുണ്ട്. ചില സംഘടനകളൊക്കെ ഇതിനെ പ്രതികരിച്ച രീതിയൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്. ഒരു മുസ്ലിം, തട്ടമിട്ട ഒരു മുസ്ലിം പെണ്ണ് ഒരു ഹിന്ദുവിനെ കൊന്നു എന്ന രീതിയിലടക്കം പ്രതികരിച്ച പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, ഹിന്ദു പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. സോക്കോൾഡ് തീവ്ര ഹിന്ദു എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമലത്ത് തീവ്ര ഹിന്ദു സംഘിണി, അങ്ങനെ അധികം പ്രതികരിച്ച ആൾക്കാരുണ്ട്. അതേപോലെ ഗംഭീര പ്രതികരണവുമായിട്ട് വന്ന ഒരു മാന്യനായ BJP ചെറുപ്പക്കാരനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. മാന്യനായ BJP ചെറുപ്പക്കാരാണ്, അജയ് ഉണ്ണി എന്നാണ് പേര്. അവൻ പറഞ്ഞ എന്തെന്ന് കേട്ടോളൂ. ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഇവൻ എന്താ പറയണത് നമുക്കൊരു പിടുത്തം കിട്ടില്ല. അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ആ സാധനങ്ങളിൽ ഒരു സാധനങ്ങളുടെ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ സോഷ്യൽ മീഡിയ കാണാം. അങ്ങനെ പറയാൻ കാരണം പറഞ്ഞാൽ ഇത്തരക്കാരെ ഈ സാധനങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഏതെങ്കിലും കമ്പിത്തിരിക്കോ പൂത്തിരിക്കോ ഒക്കെയാണ് ഇതുപോലത്തെ നാണംകെട്ട ഇടപാട് നാട്ടുകാരുടെ മുന്നിൽ നാണംകെട്ട് മാറിപ്പോകുന്ന അവസ്ഥ വരുമ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത്, ഇത്തരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ അങ്ങനെ തന്നെ. നമ്മുടെ ദീപക്, മരിച്ചുപോയ ദീപക്കിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. ദീപകിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒപ്പം തന്നെ ദീപകിന്റെ മരണത്തില് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പ്രതികരിച്ച ഒരു പെൺകുട്ടിയുണ്ട്, ഫെമിനിസ്റ്റ് ആണ്. ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് പ്രതികരിച്ചത്. അവർക്ക് ഹൃദയം ഉണ്ടോ എന്നൊക്കെ നമ്മളൊക്കെ ചോദിച്ചു പോകണം. ശ്രീലക്ഷ്മി അറക്കൽ എന്നാണ് പേര്. ശ്രീലക്ഷ്മി അറപ്പ് എന്നൊക്കെ നമുക്ക് മാറ്റി പറയേണ്ടി വരും. അത്രയ്ക്ക് മെനകെട്ട രീതിയിലാണ്, നന്നായി പോയി, സന്തോഷം എന്ന രീതിയിലൊക്കെയാണ് അവർ പ്രതികരിച്ചത് ദീപകിന്റെ മരണത്തിൽ. ഒരു തീവ്ര ഫെമിനിസ്റ്റ് ആണ്, അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അപ്പൊ അവർക്കെതിരൊക്കെയാണ് ഈ അജയ് ഉണ്ണി എന്ന് പറയുന്ന 11 പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ ഈ BJP-ക്കാരെ ചില പ്രതികരണങ്ങളൊക്കെ അറിയിക്കുമ്പോഴേ അത് വൻ അബദ്ധമായി മാറാറുണ്ട്. ഇവൻ പറയുന്നത് ഇനി ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്ന പെണ്ണുങ്ങളൊക്കെ നമ്മൾ പോയിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ജയിലിൽ പോകണമെന്നാണ്. ഇപ്പൊ ജയിലിൽ ദിവസവേതനം കൂട്ടിയല്ലോ, 600-700 രൂപ എങ്ങനെ കിട്ടുന്നതല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോടീശ്വരനായിട്ട് ഇറങ്ങി വരാലോ എന്നാണ് അജയ് ഉണ്ണിയുടെ ഒരു കണ്ടെത്തൽ കേട്ടോ. പറയാൻ നോക്കി. ജയിലിൽ പോയാലും നിങ്ങൾക്ക് എന്തിനാ പേടിക്കണേ? നമ്മുടെ സർക്കാർ, സന്മനസ്സുള്ള സർക്കാർ 620 രൂപ വെച്ച് നമുക്കൊക്കെ ഈ എന്ത് കേസ് കെട്ടി ചെന്നാൽ ദിവസം ചുമ്മാ ഇരുന്ന് 4 നേരം കിട്ടും, എല്ലാം കഴിഞ്ഞ് 620 രൂപ കിട്ടും. ഇനി എന്തിനു പേടി? മാനസികമായി താങ്ങാൻ പറ്റില്ലാത്ത, മനസ്സിന് വലിപ്പമില്ലാത്ത ആളുകളോട് മാത്രമായിട്ടാണ് എനിക്കിത് പറയാനുള്ളത്. ഇത്തരം ഇത് അവന്റെ ഇനി ഒരു ഉപദേശമാണ്. ആ ഉപദേശത്തിലാണ് ഇവന് കൈവിട്ടു പോയത്. അതൊരു വൃത്തികെട്ട വർത്തമാനമായി പോയി. അനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ, മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടി മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. അപ്പോൾ നമ്മൾ കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം. അല്ലാണ്ട് ഇത് ഒരു കുറ്റവും ചെയ്യാണ്ട് നമ്മൾ ഒരു ഭീരുവിനെ പോലെ മരിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെയൊക്കെ നിയമം എങ്ങനെയുണ്ട്? ഇതാണ് ഒരു സാമാന്യ സംഖ്യയുടെ ബോധം എന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഒരു സാമാന്യ സംഖ്യയുടെ ബോധം. ഒരു സാമാന്യ സംഖ്യക്ക് ഇങ്ങനൊക്കെ തന്നെ ബോധമുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇങ്ങനത്തെ ഒരു കുറ്റകൃത്യത്തിലൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിലൊക്കെ അബദ്ധത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യും.
പക്ഷെ ആത്മഹത്യ ചെയ്യരുത്. ആ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നേരെ പോയിട്ട് അവരെ ബലാത്സംഗം ചെയ്തോളെന്നാ പറയുന്നത്. നേരെ പോയിട്ട് അവരെ ബലാത്സംഗം ചെയ്തോളാം. ഇതേപോലെ ഒരു വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കുന്ന വേറൊരാളുണ്ട്. അതും സംഘിണിയാണ്. ലക്ഷ്മി കാണത്തെന്നാണ് അവളുടെ പേര്. അവളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാ, ഞാൻ വായിച്ചു തരാം. കുലം മുടിയും ആ തട്ടം വിട്ട പിശാച്ചിന്റെ കേരളം നശിപ്പിക്കുന്ന ഭരണത്തിന് ഇട നൽകരുത്. ഹിന്ദുക്കളെ, ഈ അമ്മയുടെ കണ്ണുനീരിന് കണക്ക് പറയിപ്പിക്കുക. മതലീഗിന് ഭരിക്കാൻ വേണ്ടി ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ എത്തരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കഴിഞ്ഞിട്ടില്ല. അതിന് താഴത്ത് കാണത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹിന്ദു യുവാവിന്റെ വ്യക്തിഹത്യയ്ക്ക് പിന്നിലും വർഗീയവാദം ഉയർത്തി ഭാരതം വെട്ടിമുറിച്ച മതലീഗിന്റെ സ്ഥാനാർത്ഥിയാണെന്ന വാർത്ത സത്യമാണെങ്കിൽ വെള്ളാപ്പള്ളിജിക്ക് പറഞ്ഞത് എത്ര സത്യം. കോൺഗ്രസ് ഭരണത്തിൽ വന്ന ലീഗ് കേരളം ഭരിക്കും എന്ന് വെള്ളാപ്പള്ളിജി പറഞ്ഞ് സത്യമല്ലേ? അതിന് തുടക്കമാണ് ഈ കാണുന്ന മതലീഗ് ഭരണത്തിൽ വന്നാൽ ഹിന്ദു ഇതുപോലെ മരിക്കും എന്നതാവും അദ്ദേഹം പറയാതെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതൊരു തട്ടം വിട്ട പെണ്ണാണ്. ആ ഒരു തട്ടം വിട്ട പെണ്ണ് ഒരു മുസ്ലിം ഹിന്ദുവിനെ കൊലയ്ക്ക് കൊടുത്തു എന്ന രീതിയിലാണ് ഈ ഒരു സംഘിണി കാര്യങ്ങളൊക്കെ കാണുന്നത്. ഈ സംഘികൾക്ക് 5 പൈസയ്ക്ക് വിവരമില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് 5 പൈസയ്ക്ക് ബോധവും വിവരവും ഇല്ല. ഇങ്ങനെയൊക്കെ തന്നെ ഇവർ പ്രതികരിക്കുള്ളൂ എന്നതാണ്. അത് ഭീകരമാണ് അവസ്ഥ. കാരണം അല്ലെങ്കിൽ ഈ ഫെമിനിസ്റ്റുകളൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പരസ്യമായിട്ട് ഇങ്ങനെ ബലാത്സംഗം ചെയ്യാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന കുറെ ആണുങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ സംഘികളെ ഇറങ്ങി തിരിച്ച് നമുക്ക് എന്ത് പറയാനൊക്കെ എന്നുള്ളതാണ്.